الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى وأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. രാവും പകലും അല്ലെങ്കിൽ വിട്ടുപിടിച്ചും നമുക്ക് പരിചയമുള്ള സംഗതികളാണ്. ചില പരിചയത്വം കൊണ്ട് അതിൻ്റെ അത്ഭുതം നമുക്ക് മനസ്സിലാക്കാനാവാതെ പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ ചെറുപ്പം മുതലേ നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഇഴുകിച്ചേർന്നു ഇണങ്ങിച്ചേർന്നു. ഇതുകൊണ്ട് അതിൻ്റെ ഒരു അത്ഭുതം നമുക്കറിയില്ല. പക്ഷെ ഒരുപാട് സംഗതികൾ ഈ രാപ്പകലുകളുടെ മാറ്റങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലും അതുപോലെ ഹദീസുകളിലും മറ്റു ഗ്രന്ഥങ്ങളിലുമൊക്കെ നമ്മൾ ഈ പ്രകടമായി കാണുന്ന രാപ്പകലുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സ്വഭാവത്തിലും രീതിയിലും സവിശേഷതകളിലും ധർമ്മത്തിലും എല്ലാം വ്യത്യസ്തമായ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് പ്രതിഭാസങ്ങൾ. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നിന്റെ അഭാവത്തിൽ മറ്റൊന്ന് തിരിച്ചറിയാനേ പറ്റില്ല. മഹാ അത്ഭുതകരങ്ങളാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ രണ്ടെണ്ണത്തിന്റെയും പ്രവർത്തനങ്ങൾ. ഈ കാണുന്ന രാവും പകലും ഇരുട്ടിനെയും വെളിച്ചത്തെയും മാത്രമല്ല, അത് നന്മയും അതായത് തിന്മയും നന്മയും ശാന്തിയെയും അശാന്തിയെയും അതുപോലെ തന്നെ ഒരുപാട് സംഗതികളെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അന്ധകാരം എപ്പോഴും പേടിപ്പെടുത്തുന്നതായിരിക്കും. വിവരമില്ലായ്മ അന്ധകാരത്തോട് കൂടിക്കുന്നു. വെളിച്ചം പ്രതീക്ഷ നൽകുന്നതാണ്. അവിടെ വിജ്ഞാനം വെളിച്ചത്തോട്. ഒരു സംഗതി വളരെ
കാര്യമായി നടക്കുമ്പോൾ അതിനൊരു വെളിച്ചം കിട്ടി, ബുദ്ധിമുട്ടില്ല. പക്ഷെ ബുദ്ധിമുട്ടുമ്പോഴും വഴി കാണാതിരിക്കുമ്പോഴും തികഞ്ഞ ഒരു അന്ധകാരത്തിൽ, ഒരു അസ്വസ്ഥതയിൽ ഉഴലുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. വെളിച്ചമുണ്ടായിട്ടും കാണാൻ കഴിയാത്ത മറ്റൊരു തരത്തിലുള്ള സംഗതി. ഇങ്ങനെ ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവഴി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പ്രപഞ്ചത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യകരങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഇല്ലാത്ത മറ്റൊരു സംഗതി ആൺ പെൺ സൃഷ്ടിക്കുന്നു. ഈ രാപ്പകലുകളുടെ മാറ്റത്തിൽ മനുഷ്യനൊന്നും ചെയ്യാനില്ല. അത് അനുഭവിക്കുകയല്ലാതെ മറ്റ് യാതൊന്നും ചെയ്യാനില്ല. രാത്രിയെ പകലാക്കാനോ പകലെ രാത്രിയാക്കാനോ സാധ്യത. പക്ഷെ വിളക്ക് കത്തിക്കാന്നുള്ളതല്ലാതെ രാത്രിയുടെ അടിസ്ഥാന സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല. അതുപോലെ പകലിനെ നമുക്ക് രാത്രിയാക്കാൻ കഴിയില്ല. ഇത് ഭൂമിയിൽ സംഭവിക്കുമ്പോൾ അത് അനുഭവിക്കുക എന്ന ഒരു യാഥാർത്ഥ്യം മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആണും പെണ്ണും. നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളാണെന്ന് മനസ്സിലാക്കുന്നത്. ആണായിരിക്കണോ പെണ്ണായിരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള തീരുമാനം ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ മാത്രം കയ്യിലൊതുക്കിയിട്ടുള്ള സമയം. ആധുനിക ശാസ്ത്രം വളരെയധികം വികസിച്ചു വലുതായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയാമെങ്കിലും അടിസ്ഥാനപരമായി ആൺ പെൺ വർഗം തിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ഇതിനെ ഈ പറഞ്ഞ സംഗതികളെ സത്യം ചെയ്തുകൊണ്ട് ഒരു വലിയ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ചിരപരിചിതമായ നമ്മൾ തന്നെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള രാവും പകലും ആണും പെണ്ണും എന്ന സംഗതി എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വല്ലൈലി ഇദാ യഗ്ശാ. വളരെ ചെറിയ സൂറത്താണ്, പക്ഷെ വലിയ ആശയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇരുൾ മൂടുന്ന രാത്രിയെ കൊണ്ട് നാം ഇതാ സത്യം ചെയ്യുന്നു. വന്നഹാരി ഇദാ തജല്ല. പ്രശോഭിതമാകുന്ന ഒളിമിന്നുന്ന പകലിനെ കൊണ്ട് നാം ഇതാ സത്യം ചെയ്യുന്നു. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച സൃഷ്ടി വൈഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാം ഇതാ നിങ്ങളോട് സത്യം ചെയ്തു പറയാൻ പോവുകയാണ്, അല്ല പറയുകയാണ്. ഇന്ന സഅയകും ലശത്ത. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നങ്ങളാണ്. അപ്പൊ വിഭിന്നങ്ങളായ മനുഷ്യ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി, നമുക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രകൃതിയിലെ വിഭിന്നങ്ങളായ പ്രതിഭാസങ്ങളെ നമ്മൾ ആദ്യം മുന്നിലേക്ക് കാട്ടിത്തരുന്നത്. എന്നിട്ട് ചിന്തിക്കാനും ആലോചിക്കാനും, എന്നിട്ട് ഓരോന്നിനും ഓരോ പ്രതിഭാസത്തെയും ഓരോന്ന് പ്രതിനിധീകരിക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ നന്മയെ പ്രതിനിധിക്കാൻ വെളിച്ചവും, അതുപോലെ തിന്മയെ പ്രതിനിധിക്കാൻ അന്ധകാരവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് എന്ന അല്ലാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ എതിർഭാഗം നിൽക്കുന്ന ളുലുമാത്ത്, അന്ധകാരം എന്നതിനെ കുറിച്ച്. അന്ധകാരം ഒറ്റയ്ക്കല്ല, അന്ധകാരങ്ങൾ എന്നാണ്. നൂറ് എന്ന് പറയുമ്പോൾ അൻവാർ എന്ന് പറയാറില്ല. അതായത് പ്രകാശം ഒന്ന് മാത്രമാണ്. അത് ആത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശമാണ്. അതേസമയം ളുലുമാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ളുലുമാത്ത് എന്നാണ് അന്ധകാരങ്ങൾ. പലതരത്തിലുള്ള അന്ധകാരങ്ങളാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടു കഴിഞ്ഞാൽ മനുഷ്യന് അഭയം പ്രാപിക്കേണ്ടി വരിക വിവിധങ്ങളായ ശക്തികളെ, അതായത് ബഹുദൈവങ്ങളെയാണ്. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അഭയം പ്രാപിക്കുന്നവൻ നേർവഴിയിലൂടെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ പ്രകാശപൂരിതമായ പാതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും പേടിയായിരിക്കും. കാരണം അവനെ തന്നെ പേടിയായിരിക്കും. പിന്നെ അല്പം പൈസ ഉണ്ടെങ്കിൽ സെയിൽ ടാക്സുകാരനെ പേടിയായിരിക്കും, ഇൻകം ടാക്സുകാരനെ പേടിയായിരിക്കും, കൂട്ടത്തിൽ കള്ളന്മാരെ പേടിയായിരിക്കും. യാത്ര ചെയ്യുകയാണെങ്കിൽ വാഹനങ്ങൾ എതിരെ വരുമ്പോൾ അവന് പേടിയുണ്ടാവും. അതുപോലെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ പേടിയുണ്ടാവും. ഇത് സൂക്ഷിച്ചു വെക്കുമ്പോൾ പേടിയുണ്ടാവും. ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഇത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നതിന് സംബന്ധിച്ച്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയമില്ലാത്തവൻ സകല ജവാദി സംഗതികളെ പേടിയുണ്ടാവും. പട്ടിയെയും പാമ്പിനെയും പൂച്ചയെയും എലിയെയും പിശാചിനെയും അധികൃതരെയും പട്ടാളത്തെയും പോലീസിനെയും ഭരണകൂടങ്ങളെയൊക്കെ ഭയന്നുകൊണ്ടാണ് അവൻ പലപ്പോഴും ജീവിക്കാറുള്ളത്. നമ്മൾ പുറമെ കാണുമ്പോൾ വലിയ ആളായിരിക്കും, പക്ഷെ ഉള്ളിൽ ഒരുപാട് ഭയങ്ങളുടെ അന്ധകാരങ്ങളിൽ ഉഴലുന്ന അസ്വസ്ഥജനകമായ ഒരു ജീവിതമായിരിക്കും.
സ്വാഭാവികമായിട്ടും അവന് പലതരത്തിലുള്ള ഞരമ്പ് രോഗങ്ങൾ, വയറ്റുവേദന, തലവേദന, ടെൻഷൻ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതിന്റെയൊക്കെ അളവ് കൂടിയിട്ട് പലതരത്തിലുള്ള രോഗങ്ങൾ ഇങ്ങനെ അവനെ നിത്യേനെ പിടികൊണ്ടു. സത്യവിശ്വാസികൾക്കും പലർക്കും രോഗമുണ്ട്. പക്ഷെ അവരുടെ ഈമാന്റെ ആഴം അനുസരിച്ച് രോഗത്തിന്റെ ശക്തി കുറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്തതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസത്തിന്റെ പാത, പ്രകാശത്തിന്റെ പാത, അതായത് പ്രശോഭിതമായ പകലിന്റെ പാത. ഈ ലോകത്തുള്ള മൊത്തം മനുഷ്യർ 2 കാറ്റഗറി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിക്കുകയാണ്. വിഭിന്നങ്ങളായ മൊത്തം മനുഷ്യർ 2 വിഭിന്നങ്ങളായ കാറ്റഗറി ഭാഗങ്ങളായി അങ്ങോട്ട് തിരിച്ചിട്ട് അവരുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, അതിന്റെ അനന്തരഫലങ്ങൾ. അപ്പൊ പ്രവൃത്തിയുടെയും പ്രതിഫലത്തിന്റെയും ഈ പ്രകൃതി, ഈ നിശ്ചയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പ്രകൃതിയിലുള്ളതുപോലെ തന്നെ അന്ധകാരവൃതമായ രാത്രിയെ പോലെ, പ്രകാശമാനമായ ഒളിമുന്ന പകലിനെ പോലെ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച വൈഭവത്തെ പോലെ അവിടെ നിന്ന് മനുഷ്യന് യാതൊരു വിധമായ സ്വാതന്ത്ര്യമില്ല. മനുഷ്യന് സ്വാതന്ത്ര്യമുള്ള, നമുക്ക് റോളുള്ള മറ്റൊരു യാഥാർത്ഥ്യം പഠിപ്പിക്കാനാണ്. ഈ നേരത്തെ പറഞ്ഞ സംഗതികൾ ആണും പെണ്ണും തിരിക്കാൻ, നമ്മൾ ആണാവണോ പെണ്ണാവണോ തീരുമാനിക്കാൻ നമുക്കാവില്ല. നമുക്ക് പ്രകാശം കിട്ടണോ അതല്ല അന്ധകാരം ഉണ്ടാവണോ എന്ന് തീരുമാനിക്കാൻ നമുക്കാവില്ല. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഏരിയയിൽ വിഭിന്നമായ മാർഗത്തിൽ തിരിയുന്നിടത്ത് നമുക്ക് സ്വയം തീരുമാനിക്കാനും വിശ്വസിക്കാനും ആ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ ഏരിയയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ തന്നെയാണ് നമുക്ക് നാമേ പണിപതിനാകും നരകവും അതുപോലെയാണ്. നിന്റെ സ്വർഗം നീ തന്നെയാണ് ഉണ്ടാക്കുന്നത്, നിന്റെ നരകം നീ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നാണ് ഒടുവിൽ. നീ നന്മ ചെയ്താൽ അതിന്റെ പ്രയോജനം നിനക്ക് തന്നെയാണ്, നീ തിന്മ ചെയ്താലോ അതിന്റെ തിക്തഫലങ്ങളെല്ലാം നീ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. എല്ലാം രേഖപ്പെടുത്തിയിട്ട് ഒടുവിൽ അതിന്റെ പ്രിന്റൗട്ട് അടിച്ച് കൈത്തരും, അത് വായിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിനക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതില് ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇരുന്ന് ഓടിയ രാത്രിയെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും പ്രകാശത്തിന്റെ ആളുകളുടെ സ്വഭാവ വിശേഷത്തെ കുറിച്ചാണ് രണ്ടാമത്തെ കാറ്റഗറി തുടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മൂന്ന് സംഗതികളാണ് അവിടെ പറയുന്നത്. നൽകുന്നവൻ, അഴ്ത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുക എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു സംഗതി, ചെറിയൊരു വാചകത്തിൽ, അത് വാക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. കാരണം നൽകുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നർത്ഥം. മനുഷ്യന് നേർമാർഗം പ്രാപിക്കണമെങ്കിൽ കുറെ കണ്ടീഷൻ അല്ലാഹു തആല പറഞ്ഞു. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് നേർമാർഗമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഓരോ സന്ദർഭത്തിലും നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ടും സ്തുതിച്ചിട്ടും ബഹുമാനിച്ചിട്ടും ആദരിച്ചിട്ടും പ്രതിജ്ഞ ചെയ്തിട്ടും നമ്മൾ പറയുന്നത് നാഥാ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. അവിടെ വലിയൊരു സംഗതിയുണ്ട്, എന്നെ നയിക്കണേ എന്നല്ല പറയാം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ, എന്നെയും എന്റെ കുടുംബത്തെയും ഈ സത്യവിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം നേരായ മാർഗത്തിൽ നയിക്കണേ എന്ന ഒരു പ്ലൂറൽ, അതായത് ഒരു ബഹുവചനമാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും നന്മ ഉണ്ടാവും. അപ്പൊ സ്വയം നന്മ ഉണ്ടാവാൻ മാത്രമല്ല, അപ്പൊ അടിസ്ഥാനപരമായി തന്നെ മനുഷ്യ സ്വഭാവത്തിൽ അങ്ങനെ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നട്ടുപിടിപ്പിക്കുകയാണ്. നീ നന്മ ചോദിക്കുമ്പോൾ നേർമാർഗം, അതാണ് ഏറ്റവും വലിയ നന്മ. നന്മ ചോദിക്കുമ്പോൾ നിന്റെ കാര്യം മാത്രം പറയട്ടെ, എല്ലാവരുടെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് അത് നിർബന്ധമാക്കി. ആരെങ്കിലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാത്തിഹ ശരിയാവില്ല, നിസ്കാരം പൂർത്തിയാവില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തന്നെയാണ് പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് അല്ലാഹു തആല മറുപടി പറഞ്ഞതാണ്, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ പുസ്തകത്തെ പിടിച്ചോ, ദാലികൽ കിതാബ് നമ്മളെ കൈ തന്നിട്ട് പറയണം, നിന്റെ കയ്യിലുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് നീ ചോദിച്ച സത്യമാർഗത്തിന്, സന്മാർഗത്തിനുള്ള യഥാർത്ഥത്തിലുള്ള മാർഗരേഖ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, കണ്ടീഷനാണ്. ആരെങ്കിലും, അതായത് ഹിദായത്ത് ആവശ്യമുണ്ടെങ്കിൽ അവൻ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കണം, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കണം. യുഖീമൂന സ്വലാത്ത, അതനുസരിച്ച് നമസ്കാരം അനുഷ്ഠിക്കുകയും ചെയ്യണം. അടുത്ത കണ്ടീഷൻ പറഞ്ഞത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യണം. അപ്പൊ ചെലവഴിക്കുക എന്നത് ഫർദ് ഐനായ കാര്യമാണ്.
വളരെ നിർബന്ധപൂർവ്വം അള്ളാഹു നമസ്കാരത്തെ പോലെ പ്രാധാന്യമുള്ള സക്കാത്ത്, സദഖാത്ത്, തബറുഅത്ത്, പിന്നെ പലതരത്തിലുള്ള പേരുകളുണ്ട്. സംഭാവന എന്നോ അല്ലെങ്കിൽ നിർബന്ധദാനം എന്നോ അല്ലെങ്കിൽ ധർമ്മമെന്നോ ഏത് പേര് പറഞ്ഞു വിളിച്ചാലും അത് യഥാർത്ഥത്തിൽ ചെലവഴിക്കൽപ്പെട്ടതാണ്. നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ച് വെക്കുന്ന ഒരു ഉരുള ചോറും അതുപോലും നിനക്ക് ധർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം ഒരു പുഞ്ചിരി പോലും സദഖയാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ സത്യമാണ്. അപ്പൊ എല്ലാ പണം മാത്രമല്ല, എല്ലാ സംഗതികളും, ആരോഗ്യവും അതുപോലെ തന്നെ സമ്പാദ്യത്തെ പോലെ തന്നെ വിജ്ഞാനം അതുപോലെയുള്ള എല്ലാം ചെലവഴിക്കണം. അപ്പൊ അത് നൽകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരാണ് ഹിദായത്തിന് അർഹതയുള്ള ആളുകൾ. അവരാണ് നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ആദ്യ വിഭാഗത്തിലെ ആദ്യ സ്വഭാവ സവിശേഷനായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. അത് വളരെ ഗൗരവപൂർവ്വമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും പറയുന്നുണ്ട്. ആമിനു ബില്ലാഹി വ റസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി. അതായത് അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം, നിർബന്ധമാണ്. പിന്നെ ഉടനെ പറഞ്ഞത് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിനിധിയാക്കിയ, പിന്തുടർച്ചാവകാശിയാക്കിയ, ഖലീഫയാക്കിയ പണം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെന്തിനാണ് ആവർത്തിച്ച് പറയുന്നതെന്ന് പറഞ്ഞാല് സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി അംഗീകരിക്കാനാണ്. സാധാരണ നിലയിൽ മനുഷ്യന്റെ ഒരു സ്വഭാവമുണ്ട്, പൈസയും സൗകര്യം കിട്ടുമ്പോൾ അത് എന്റെ മിടുക്കുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ധരിച്ചു വശാവാൻ സാധ്യതയുണ്ട്. അത് സത്യവിരുദ്ധമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ചെലവഴിച്ചോളാം. സ്വന്തമായിട്ടൊന്നും എടുത്തു കൊടുക്കാൻ ആരുടെ കൈ വിഷം ഒന്നും ഉണ്ടാവില്ല. അത് അല്ലാഹ് തന്നേ പറ്റും. കാരണം നമ്മുടെ ജീവൻ അല്ലാഹ് തന്നതാണ്, ആയുഷ് അല്ലാഹ് തന്നതാണ്, തടി അല്ലാഹ് തന്നതാണ്, എല്ലാം അല്ലാഹ് തന്നതാണ്. അത് യാഥാർത്ഥ്യമാണ്. അതിനെ അംഗീകരിച്ചു കൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതായത് സത്യവിശ്വാസത്തിന്റെ ആദ്യപടി നമുക്കുള്ളതെല്ലാം അല്ലാഹുവിന്റെ ദാനമാണ് എന്ന് അംഗീകരിക്കലാണ്. അപ്പോഴേ ഈ യഥാർത്ഥത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈമാന്റെ ആദ്യപടി അല്ലാഹ് ഉണ്ടെന്ന് പറയാനല്ല, അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കാനല്ല. ഈ അള്ളാഹുവിന്റെ ആഴങ്ങളിലുള്ള വിവരം നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരം അള്ളാഹ് റബ്ബാണ് എന്ന് അംഗീകരിക്കുക. റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൃഷ്ടിച്ച്, സംവിധാനിച്ച്, പരിപാലിച്ച്, വളർത്തി വലുതാക്കി സംരക്ഷിക്കുന്ന എല്ലാം പ്രഭു, വിഭു, സൃഷ്ടാവ്, സംരക്ഷകൻ. അതായത് സൃഷ്ടിക്കുന്ന ഒരാളും സംരക്ഷിക്കുന്ന വേറൊരാളും സംഹരിക്കുന്ന വേറൊരാളും എന്ന് ധരിച്ചാല് അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ ത്രികേയത്വ സിദ്ധാന്തത്തിലേക്ക് പോകും. അങ്ങോട്ട് പോകാതിരിക്കാന് എല്ലാം ഈ തമ്പുരാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കുള്ളതെല്ലാം എന്റെ രക്ഷിതാവ് തന്നതാണ് എന്ന ദൃഢമായ ഒരു ബോധ്യം. ഇതാണ് സത്യവിശ്വാസത്തിന്റെ ബാലപാഠം. അതിന്റെ അപ്പുറമാണ് മറ്റുള്ള സംഗതികളൊക്കെ. ബാലപാഠം അംഗീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യവിശ്വാസിയാണ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, റസൂലിൽ വിശ്വസിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു 1000 വട്ടം പറഞ്ഞാലും ഈ വിശ്വാസം ഇല്ലെങ്കിൽ ഈ പറച്ചിലുകൊണ്ട് പ്രത്യേകമായ പ്രയോജനമൊന്നുമില്ല, നമുക്കറിയാമല്ലോ. അപ്പൊ അമ്മാമൻ അഅ്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴങ്ങളിൽ ഖുർആനിലെ പല സ്ഥലത്തും 70-80 സ്ഥലത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം അമിനു ബില്ലാഹി വ റസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന എന്ന് പറഞ്ഞാൽ അതോടൊപ്പം ഒരു ചോദ്യം കൂടെ, ഒമാലക്കും ലാ തുൻഫിഖൂന ഫീ സബീലില്ലാഹ്, എന്താണ് നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ള ന്യായം? വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ഈ പ്രപഞ്ചത്തിന്റെ പിന്തുടർച്ചാവകാശം അല്ലാഹുവിന്റെ അതിലാണ്. എന്ന് പറഞ്ഞാല് പ്രപഞ്ചം അല്ലാഹുവിന്റേതാണ്. തൽക്കാലം സംവിധാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. നിനക്ക് തന്നിട്ട് എന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നീ അതെടുത്ത് ചെലവഴിച്ചു എന്ന് പറയുന്നു. അപ്പോ നിങ്ങള് പിടിച്ചു വെക്കാൻ കണ്ട ന്യായമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. വിജ്ഞാനമായാലും പണമായാലും അധികാരമായാലും നിങ്ങൾക്ക് ലഭ്യമായത് പിടിച്ചു വെക്കാൻ എന്ത് ന്യായമാണ് നിങ്ങളുടെ കൈവശമുള്ളത് എന്നുള്ളത്. അപ്പൊ ആ പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമായിരിക്കും, അവർക്ക് പ്രയാസകരമായിരിക്കും എന്ന് അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവനാണ് നൽകിയത് എന്ന ഉത്തമ വിശ്വാസത്തോടെ അത് മറ്റുള്ളവർക്ക് വേണ്ടി പിന്നെ സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് തുടങ്ങുന്നുണ്ട്. ആ കാര്യത്തിൽ സൂക്ഷ്മത അല്ലാഹ് തന്നതാണ് എന്നതും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സൂക്ഷ്മതയോടുകൂടി നിൽക്കുക. പിന്നെ സത്യവിശ്വാസവും അമൽ സാലിഹത്തും എല്ലാം സൂക്ഷ്മതയിൽപ്പെട്ടതാണ്. ഓരോ സന്ദർഭത്തിലും യഥാർത്ഥത്തിൽ വിജയത്തിന്റെ മാർഗം എന്താണ് എന്ന് ഓർത്തുകൊണ്ട് അതിനനുസരിച്ച് ജീവിതം അഡ്ജസ്റ്റ് ചെയ്യുക, ചിന്താഗതി അഡ്ജസ്റ്റ് ചെയ്യുക, പ്രാർത്ഥന നടത്തലാണൊക്കെയാണ് സൂക്ഷ്മത എന്ന് പറയുമ്പോൾ. ആളുകൾ വളരെ ഭക്തിപൂർവ്വം കയ്യിൽ കെട്ടി നടുവൊക്കെ കുഞ്ഞിന് ഇങ്ങനെ പഠിച്ചനെ അതല്ല തഖ്വ. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാവഭാവങ്ങളിലും അതുപോലെ തന്നെ വേഷഭൂഷാദികളിലും പ്രകടമായി കാണുന്ന സംഗതിയല്ലത്.
അത് ഹൃദയാന്തർഭാഗത്ത് ഉദിക്കുന്ന യഥാർത്ഥത്തിലുള്ള ചിന്താഗതിയാണ്. അവിടെയാണ് തഖ്വയെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട തഖ്വ ഹഹുന 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 എന്ന് ഹൃദയത്തിൽ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരാൾ നല്ല നല്ല വേഷഭൂഷാദികൾ, അറിയപ്പെടുന്ന വേഷഭൂഷ, നമ്മളിപ്പോ ഈ നാട്ടിൽ നടക്കുന്ന വേഷഭൂഷാദികളുണ്ടല്ല, താടിയും തെൽപ്പാകട്ടെ മറ്റുള്ള സംഗതികൾ, അതൊക്കെ യമനിലെ പഴയ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ, അതായത് ഇസ്ലാമുമായിട്ട് അതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. യമനികളാണ് ഇവിടെ ഇസ്ലാം അടക്കം വന്നത്. അതുകൊണ്ട് ഒരു കള്ളി കൊണ്ട് കൊടുത്ത് പട്ടയം കെട്ടി ഒരു പ്രത്യേക തരത്തിലുള്ള താടിയും ഒരു തൊപ്പിയൊക്കെ വെച്ച് പോകുന്നത് പണ്ട് കാലത്ത് യമനികൾ ആക്രമണത്തിലുള്ള ആളുകൾ ഇവിടെ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ അവരുടെ വേഷം എന്നുള്ളതാണ്. അറബികളുടെ വേഷം ഇപ്പൊ കണ്ടില്ലേ, വേറെ പോലത്താണ്. ദൂരെ കെട്ട് ഒരു ടർപ്പ് കെട്ടിയിരുന്ന ആൾക്കാരാണ്. അത് ഓരോ അറബ് രാജ്യത്തിലും ഓരോ രീതിയിലാണെന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പ്രത്യേക ബ്രാൻഡഡ് ഇന്നതാണ് ദീനിൽ ഇസ്ലാമിന്റെ വേഷം എന്നൊരു വേഷമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേഷഭൂഷാദികളിലാണ് മുസ്ലിം ആയിന്റെ വേഷായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയല്ലെങ്കിൽ മുസ്ലിംകാവില്ല എന്നുള്ളതാണ്. അത് ആ കോലത്തിലാണ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കുന്നത്. വേഷഭൂഷാദികളും അതുപോലെ തന്നെ ഹാവഭാവാദികളും ഒക്കെ അയച്ച് ഈ ദീനിൽ ഇസ്ലാമിനെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരുപാട് കാലമായി, വർഷങ്ങളോളം, ഒരുപാട് സഹസ്രാബ്ദങ്ങളായിട്ട് ഒരു വിഭാഗം ആളുകൾ ഇതിനെ എന്തോ അവരുടെ ഒരു പ്രൈവറ്റ് ഏർപ്പാടായിട്ട് പണം ഉണ്ടാക്കാനോ എസ്റ്റേറ്റ് ഉണ്ടാക്കാനും അതുപോലെ ഉണ്ടാക്കാനും ഒക്കെ കൊണ്ടുനടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വേറെ കാര്യം. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ ചോദ്യം ചെയ്യാതെ അതെങ്ങനെ പിന്തുടർന്ന് പോകണമുണ്ട്. നമ്മളെ തലമുറയും കഴിഞ്ഞ തലമുറയൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ കോലം ഉണ്ടെങ്കിൽ അവൻ തങ്ങളാണ്, മൈലരാണ്, ഉസ്താദാണ്, ഇമാമാണ്, അല്ലാത്തവരൊന്നും അങ്ങനെയല്ല എന്നാണ്. അങ്ങനെ തന്നെ ഖുർആനിലോ ഹദീസിലോ എവിടെയൊന്നും പോയാൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ ഖുർആനിലെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മറക്കേണ്ട രീതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ വേഷഭൂഷാദികളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കാൻ അത് ഇങ്ങനെ കോലത്തിലുള്ള വേഷം വേണം, ഇത്ര നീളമുള്ള അരപ്പാക്കെട്ട് വേണം, തൊപ്പി വേണം, അതിന്റെ മുകളിൽ കെട്ട് വേണം, അതൊന്നും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് വിദേശങ്ങളിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ വ്യത്യസ്തമായ പല രൂപങ്ങളും കാണാൻ കഴിയുന്നതാണ്. അപ്പൊ തഖ്വയുടെ അടിസ്ഥാനം ഞാൻ പറഞ്ഞു വന്നത് വിഷയമാണ്. തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയാന്തർഭാഗത്തെ വിശ്വാസവും ആ വിശ്വാസമനുസരിച്ചുള്ള ഉൾക്കിടിലവുമാണ്. അല്ലാഹു തന്നതാണ്. അവന് താല്പര്യമില്ലാത്ത തൃപ്തിയില്ലാത്ത വിഷയങ്ങളിലേക്ക് ഇത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ പിടിച്ച് ശിക്ഷിച്ചു കളയും എന്നുള്ള ഒരു ഭീതി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് യഥാർത്ഥത്തില് ഈ ഇസ്ലാമിന്റെ ബ്രാൻഡഡായ ആളുകള് ഇതുമായി ബന്ധപ്പെട്ട് ഈ തഖ്വയുടെ ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാല് പ്രവർത്തനങ്ങളെ യാതൊരു ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് സമകാലിക ഒരു കച്ചവട ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഇതൊന്നും ഈ തഖ്വ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തോ ഒരു ഒഴിഞ്ഞുപോയ ഒരു സംഗതിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് പലപ്പോഴും. കാരണം സംഘടനകളും സംഘടനാ പ്രവർത്തനങ്ങളും പരസ്പരം ചെളിവാരിയറിയിൽ മുഖമാകുമ്പോ പടച്ചോൻ പറഞ്ഞ ദീനും ഇവരുണ്ടാക്കിക്കൊണ്ടുള്ള ദീനും തമ്മിൽ എന്തൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്കൃഷ്ട നടപടികളെ അംഗീകരിക്കുക, അല്ലെങ്കിൽ സത്യക്കാൻ തസ്ദീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ന്യായം പറയല്ല, അത് ചെയ്യേണ്ടത്. അതാണ് പ്രശ്നം. തസ്ദീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംഗതി അള്ളുണ്ട് എന്ന് പറയാം, എന്നിട്ട് അള്ളുണ്ട് എന്നുള്ള നിലയിൽ ഒരു പെരുമാറ്റം ഉണ്ടാവാതിരിക്കുക. പടച്ചോന് സഹനം വേണമെന്ന് പറഞ്ഞ്, സ്നേഹം വേണമെന്ന് പറഞ്ഞ്, അടികൂടലെന്ന് പറഞ്ഞ്, കുടുംബബന്ധം പൊടിക്കലെന്ന് പറഞ്ഞ്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളുണ്ടാക്കലെന്ന് പറഞ്ഞ് ഏത് വിഷയം വരുമ്പോഴും ആ കാര്യങ്ങളൊക്കെ മാറ്റിച്ച് നമുക്ക് പൈസ കിട്ടണമെങ്കിൽ ഉമ്മാനോട് അടികൂടും, വാപ്പാനെയും പഠിക്കും, എന്തു വേണം ചെയ്യും. കാരണം പക്ഷെ കൈകടി ഇന്ന സലാത്തി മനസ്സിനെയും എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതാണ് രണ്ടായിട്ടാണ്. അതായത് തസ്ദീഖ് എന്ന് പറഞ്ഞൊരു ഏർപ്പാട് നമ്മളില്ല, അറ്റസ്റ്റേഷൻ ഇല്ല എന്നുള്ള. നമ്മൾ പറയുന്ന വിശ്വസിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുമ്പോ അധികം ആളുകൾ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളൊന്നും വിശുദ്ധന്മാരാണെന്ന് അവകാശപ്പെടാൻ യാതൊരു ന്യായമില്ല. കാരണം സാമൂഹ്യ സമ്മർദ്ദങ്ങൾ അതിജയിക്കാൻ, കുടുംബത്തിലെ ആളുകളുടെ സമ്മർദ്ദങ്ങൾ അതിജയിക്കാൻ, അതുപോലെ തന്നെ ചിട്ടവട്ടങ്ങളെയും മാമൂലികളെയും ആചാരങ്ങളെയും ഒക്കെ അതിജയിച്ചുകൊണ്ട് ശുദ്ധമായ ദീനിൽ തൗഹീദ് നിൽക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉപഭോഗ സംസ്കാരത്തിന്റെ, ഉപഭോഗ തൃഷ്ണയുടെ ഏറ്റവും ടോപ്പായ ഒരു പ്രകടനം നടക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഉത്സവം വരുമ്പോ, നിബിദിനം വരുമ്പോ, പെരുന്നാൾ വരുമ്പോ, നോമ്പ് വരുമ്പോ നമ്മുടെ ചിന്താഗതി, ആഘോഷങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റം, അതുപോലെ തന്നെ കല്യാണം വരുമ്പോഴുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്താഗതി, ഇതൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരും നിന്റെ ഈമാൻ വളരെ അശക്തമാണ് മനുഷ്യ എന്ന് പറഞ്ഞിരുന്നതാണ്.
അതായത് ഉത്കൃഷ്ട നടപടികളെ സത്യപ്പെടുത്തി ജീവിതത്തിൽ പകർത്തുക എന്നതിന് പകരം അതിനെയൊക്കെ വരവച്ച് അംഗീകരിച്ചിട്ട് നമ്മൾ നാട്ടാചാരം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മളും ദീനും തമ്മിൽ, നമ്മളും തഖ്വയും തമ്മിൽ, നമ്മളും ഈമാനും തമ്മിൽ, നമ്മളും തസ്ദീഖും തമ്മിൽ ഒരുപാട് അകലങ്ങളിൽ പോയിരിക്കുന്നത് കൊണ്ട് അതിന്റെ തിക്തഫലങ്ങൾ ആഗോളാടിസ്ഥാനത്തിലുള്ള മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇത് ദീനിന്റെ കുഴപ്പമോ അള്ളാന്റെ കുഴപ്പമോ ഖുർആന്റെ കുഴപ്പമൊന്നുമല്ല. നമ്മൾ തന്നെ നമുക്ക് നാശം വരുത്തി വെക്കുന്ന പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ സംഗതി സൂചിപ്പിച്ചെന്നുള്ളത്. അത്തരം ആളുകൾ അള്ളാഹു നൽകിയത് നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും എന്നിട്ട് ഉത്കൃഷ്ട നടപടികളെ, ഉത്തമ നടപടികളെ ജീവിതത്തിൽ പകർത്തി സാക്ഷ്യപ്പെടുത്തുകയും തസ്ദീഖ് ചെയ്യുകയും വസദ്ദഖ ബിൽ ഹുസ്ന, അത് ശരിയാണെന്ന് അംഗീകരിച്ച് പറഞ്ഞാൽ മാത്രം പോരാ, അത് അറ്റസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് എന്ന അംഗീകാരം അവന്റെ പ്രായോഗിക ജീവിതത്തിൽ പ്രകടമാകണം. അവർക്ക് ജീവിതത്തിൽ സുഗമമായ മാർഗം നാം കാണിച്ചു കൊടുക്കും എന്നുള്ള അവസരത്തിൽ. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു വിഭാഗം അമ്മാമൻ ബഹിരവസ്ഥ എന്നാണ്. അതായത് പിശുക്ക് കാണിക്കുക, എന്നിട്ട് സ്വയം പര്യാപ്തം അടിക്കുക. ആ സ്വയം പര്യാപ്തം അടിക്കുക എന്ന് പറയുന്നത് ശിർക്കാണ്, കുഫറാണ്, സംശയമില്ല. കാരണം സ്വയം പര്യാപ്തനല്ല മനുഷ്യൻ. നമുക്കറിയാമല്ലോ, നമുക്ക് ശ്വാസം കിട്ടാൻ പഠിച്ചു അംഗീകരിക്കണമല്ലോ. ഞാൻ വിളിച്ച അങ്ങോട്ട് പിടിച്ച ശ്വാസം അങ്ങോട്ട് പോകണമെങ്കിൽ അത് അല്ലാഹു തആലയുടെ അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഏറ്റവും അത്യാവശ്യമായ കാര്യം തന്നെ. നടന്നു പോകുമ്പോൾ പഴഞ്ഞാട്ടം വീഴും, പ്രഷർ വേഗമായിട്ട് കയറി പഴഞ്ഞാട്ടം വീഴും. അപ്പൊ നമ്മൾ സ്വയം പര്യാപ്തരാണെന്ന് പറയുന്നത് ഒരു അർത്ഥമില്ല. അപ്പൊ സ്വയം പര്യാപ്തം നടിക്കുന്നത് ശുദ്ധ സത്യമാണ്. അതായത് അധർമ്മമാണ്, അനീതിയാണ്, അക്രമമാണ്. അതുകൊണ്ട് എനിക്ക് സ്വയം പര്യാപ്തമുണ്ടെന്ന് വിചാരിക്കുന്നത് അള്ളാന്റെ അവകാശത്തെ കൈവയ്ക്കുന്നവരാണ് ശിർക്കാണ്. അപ്പൊ ശിർക്കാണ്, കുഫറാണ്, ഫിസ്ഖാണ്. ഭയങ്കര സംഭവമാണ്. തനിക്ക് താൻ പോകുന്നവനാണ്, എക്കടില്ല, ഞാൻ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊരു മനോഭാവമാണ് ആർക്കെങ്കിലും ഉള്ളതെങ്കിൽ അവന് ഉത്കൃഷ്ട നടപടികൾ നിഷേധിക്കുന്നവനാണ്. ഇതിന്റെ ബാക്കിയാണ്, ഇതിന്റെ ശരിക്കും ബാക്കിയാണ്. പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞാല് സ്വയം പര്യാപ്തത കാണിക്കുക എന്നുള്ള. പിശുക്ക് കാണിക്കുക, സ്വയം പര്യാപ്തത എടുത്തു പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, ആവശ്യമുള്ളിടത്ത് ചെലവഴിക്കാതിരിക്കുകയും ആവശ്യമില്ലാത്തടത്ത് ധാരാളം ചെലവഴിക്കുന്നതിനും പിശുക്കെന്നാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഒരു സ്ഥലത്ത് ആവശ്യം അവിടെ ചെലവഴിക്കില്ല, ആവശ്യമില്ലാത്തടത്ത് ധാരാളമായി ചെലവഴിക്കും എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ നിയന്ത്രണത്തിലാക്കുന്നു, നിയമം അവൻ നിർമ്മിക്കുന്നു. അല്ലാഹു പറഞ്ഞതുപോലെയല്ല. അതുകൊണ്ട് അത് അപ്പോ പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ഉത്കൃഷ്ട നടപടികളെ തള്ളിക്കളയുകയും ചെയ്യുന്നവൻ, അതിനെ കള്ളപ്പെടുത്തുകയും ചെയ്യുന്നവൻ, അവനെ സംബന്ധിച്ച് അവന് വളരെ പ്രയാസത്തിന്റെ വഴി നാം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ആഗോള മനുഷ്യരെ അതിന്റെ മുതൽ ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യരെയും രണ്ട് കാറ്റഗറിയിലാക്കി തിരിച്ച് ഈ പ്രകൃതിയിൽ നാം വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാക്കിയതുപോലെ നിങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങളിലും നിങ്ങൾ വ്യത്യസ്തമായ രൂപഭാവങ്ങള്, വ്യത്യസ്തമായ മാർഗങ്ങൾ അവലംബിക്കും. അതിന്റെ ഉത്തരവാദി നിങ്ങളാണ്. ഇത് നാം ചെയ്തതുപോലെ നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. സത്യത്തിൽ വിശ്വസിച്ച് സത്യം അനുഷ്ഠിക്കാനോ അല്ലെങ്കിൽ സത്യം നിഷേധിച്ചുകൊണ്ട് തോന്നിയാസം കാണിക്കാനുള്ള അവസരമുണ്ട്. ആ ഒരു സംഗതി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആഴത്തിൽ അങ്ങോട്ട് ചിന്തിപ്പിക്കുന്ന ഒരുപാട് സംഗതികൾ, അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഖുതുബയിൽ അതൊന്നും മുഴുവൻ സൂചിപ്പിക്കാൻ പറ്റില്ല. ഈ സൂചകങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പഠിച്ച് സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ നോക്കാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، اوصيكم واياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ സംഗതികളൊക്കെ പറഞ്ഞു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ബാധ്യതയായി തീരുമാനിച്ചിരിക്കുന്നു. നീ പോയിട്ട് നിനക്കൊരു ജീവിതമുണ്ട്, കുറെ സംഗതികളുണ്ട്, പോയി വഴി കണ്ടുപിടിച്ച് നടന്നു എന്നല്ല പറഞ്ഞത്. അത് കൃത്യമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അത്
അള്ളാഹുവിന്റെ ബാധ്യതയാണ്. ഇന്ന അലൈനാ ലൽ ഹുദാ വഅലല്ലാഹി ഖസ്ദുസ് സബീൽ ഫഹദൈനാഹു നജ്ദൈൻ. പല സ്ഥലത്ത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അല്ലാഹു പറയാം, ബാധ്യതയായി ഏറ്റെടുത്തിട്ട് ഒരു സൃഷ്ടിയെ, ഓരോ സൃഷ്ടിയെയും മാർഗദർശനം നൽകുന്നുണ്ട്. ഓരോരുത്തരെയും പ്രവാചകനെ ജനറലായിട്ട് മാർഗദർശനം കൊടുത്ത് നമ്മളോട് പറയുമ്പോഴും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിന് അതിനൊരു കഴിവ് വേണം. അപ്പൊ അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ആത്മാവിനെ ഇൽഹാം ചെയ്തിട്ടുണ്ട്. അൽഹമ എന്ന് പറഞ്ഞാൽ വിഴുങ്ങിച്ചു എന്നാണ്. ഗുളിക വായിട്ട് വിഴുങ്ങുന്നതിനാണ് അൽഹമ. ഹിമ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. അൽഹമ എന്ന് പറഞ്ഞാൽ വേറൊരാൾ വിഴുങ്ങിക്കുന്നതിനാണ്. അൽഹമഹ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓർക്കണം. അപ്പൊ നമുക്ക് ഓർമ്മ വേണത്, എനിക്ക് എന്റെ വഴി മനസ്സിലാക്കാനുള്ള കഴിവ് എന്റെ നാഥൻ എനിക്ക് തന്നിരിക്കുന്നു, അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് ഞാൻ നന്ദിയുള്ളവനാണ് എന്നൊരു വികാരം ഉണ്ടാവണം. അല്ലാത്തവൻ എന്ത് കിട്ടിയാലും നേരത്തെ പറഞ്ഞ് ഒന്നും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് പോകുമ്പോ അവൻ നശിക്കുമ്പോൾ നശിച്ചോന്ന് അപ്പോൾ വളരെ മോശമായ വാക്ക്, അതായത് കുറച്ച് ചീപ്പായ വാക്ക് ഉപയോഗിച്ച് അവൻ നശിക്കുമ്പോ അവന്റെ പണം അവന് പ്രയോജനപ്പെടുകയില്ല. എല്ലാം ഇങ്ങനെ പണവുമായി ബന്ധപ്പെടുത്തിയവരാണ്. അതായത് പണത്തിന്റെ മീതെ ഒന്നും പറക്കൂലെന്നുള്ള ലൈനിലാണ് സംഗതികൾ മനുഷ്യന്മാർ ആധുനിക ലോകത്ത് മനസ്സിലാക്കുന്നത് എന്ന് നമ്മുടെ പടച്ച റബ്ബിന് നന്നായി അറിയാവുന്നത് കൊണ്ട് നിന്റെ മനസ്സിലെ ഭയങ്കര പ്രേമമാണ് പണത്തോട്. അനന്തരാവകാശം കിട്ടിയാൽ ഒറ്റ അടിക്കുന്ന അടിച്ചു കളയുന്നുണ്ട്. ഒരുപാട് പ്രേമമാണ് നിനക്ക് പണത്തോട് എന്നൊക്കെ പല സ്ഥലത്ത് നമ്മളെ ചെറുതായിട്ട് കളിയാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നല്ലൊരു ക്വാളിറ്റി ആയിട്ടല്ല പറഞ്ഞത്. പണം വേണ്ടാന്നോ സമ്പാദിക്കണ്ടെന്നോ അധ്വാനിക്കണ്ടെന്നോ ഒന്നും ഒരു സ്ഥലത്ത് പറഞ്ഞില്ല. മാക്സിമം അധ്വാനിക്കാനും സമ്പാദിക്കാനും ആഗ്രഹിക്കാനും ചോദിക്കാനും ഒക്കെ പറഞ്ഞിട്ട് പറയാണ്, കിട്ടിയാൽ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ സംഗതികൾ കൊണ്ട് ഇതൊക്കെ നീ വാരി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അവൻ നശിക്കുമ്പോ അവന്റെ പണം അവന് പ്രയോജനപ്പെടില്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ ഫഅൻദർതുകും നാറൻ തലല്ലാ. ഈ ആദ്യവും അവസാനമൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ദുനിയാവും ആഖിറത്തും എന്റെ കയ്യിലാണ് എന്ന് വേറെ അർത്ഥം. തുടക്കവും ഒടുക്കവും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയാണ്, ഞാനിത് അവസാനം നിങ്ങൾ എത്തിപ്പെടുന്നതൊക്കെ കെട്ടിക്കൂട്ടി വെച്ചിട്ട് സ്വാർത്ഥത കാണിച്ചാൽ, വിശുദ്ധ കാണിച്ചാൽ, പൊങ്ങച്ചം നടിച്ചാൽ, അഹങ്കാരം നടിച്ചാൽ കത്തിയാളുന്ന നരകത്തിലെത്തുമെന്ന ഒരു വലിയ താക്കീത് നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല. അഷ്കല്ലതി കഥബന്ധമല്ല, അങ്ങേയറ്റത്തെ നിർഭാഗ്യമാണ്. ഇതൊക്കെ നിഷേധിച്ചവനാണ് അതിനകത്ത് ചെന്ന് ചാടുക. അതായത് പിന്തിരിഞ്ഞു പോവുകയും സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാനൊന്നും യാതൊരു കാലത്ത് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമായിട്ട് ഇങ്ങനെ പറയാണ്, അള്ളാഹ് അങ്ങനെ ചെലവഴിക്കണം, അങ്ങനെ ചെലവഴിക്കണം, വിശ്വസിക്കണം, അങ്ങനെ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വെള്ളിയാഴ്ച ദിവസത്തിന് താല്പര്യപ്പെട്ടല്ലേ വെള്ളിയാഴ്ച പള്ളി പോയി കളയാവും. മിക്കവാറും ഹദീബ് കുത്തുബ തീരുമ്പോ അങ്ങനെ മെല്ലെ തലയൊക്കെ തടവിങ്ങനെ വരാനുള്ള ലൈനുള്ള ആളുകളുണ്ട്. അതുപോലെ അങ്ങനെ പല കോലത്തിലാണ് ദീനുൽ ഇസ്ലാം, പല തരത്തിലാണല്ലോ. ദീനുൽ ഇസ്ലാം പബ്ലിക്കിൽ വെച്ചിട്ട്, പ്രൈവറ്റിൽ വെച്ചിട്ട്, പേഴ്സണലിൽ വെച്ചിട്ട്, അങ്ങനെ പല തരത്തിലാണ് ദീനുൽ ഇസ്ലാം ഇപ്പൊ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാതെ നടന്ന ഓരോ മനുഷ്യന്മാർ ഈ ദീനിന്റെ പേരിൽ തന്നെ ഉണ്ട്. തവല്ല, അവരിങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നുണ്ട്. അത്തരം ആളുകളെ പിടിച്ചിടാനുള്ള സ്ഥലം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുകൂടെ എന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ. വീണ്ടും എടുത്തു പറയണം മറ്റു തന്നെ. അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നവൻ യഥാർത്ഥത്തില് സംസ്കരണത്തിന് വേണ്ടി, ആത്മസംസ്കരണത്തിന് വേണ്ടി അല്ലാഹ് തന്നത് ചെലവഴിക്കുന്ന ആളാണ്. അത്ഖാ, സൂക്ഷ്മതയുള്ളവനാണ്, തഖ്വയുള്ളവനാണ്. وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ യാതൊരു ഉപകാരവും അവർ മറ്റുള്ളവർക്ക് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ വേറൊരാളിനകത്ത് ഉപകാരം പ്രതീക്ഷിച്ചിട്ടുണ്ടല്ല നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി നന്മ ചെയ്യുന്നത്. അതായത് ശരിക്കും എല്ലാ വേദഗ്രന്ഥങ്ങളിലും എടുത്തു പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കർമ്മം ചെയ്യുക, ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് മഹാനായ അല്ലാഹുവിന് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാ പ്രവാചകന്മാരും നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്ക് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം നാം ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് തന്നെയാണ്.
അതായത് എല്ലാ ഓരോ വേദഗ്രന്ഥങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളിലും അതുപോലെ തന്നെ എല്ലാം ഇത് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങോട്ടില്ല, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് നന്മ ചെയ്യുക, അത് നമ്മുടെ ബാധ്യതയായി എടുക്കുന്നവനാണ് സത്യവിശ്വാസികൾ. കർമ്മം ചെയ്യാൻ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ, മറ്റുള്ളവരുടെ സന്തോഷത്തിലാണ് നമ്മുടെ സംതൃപ്തി എന്ന് മനസ്സിലാക്കാൻ, എന്റെ കുടുംബത്തിന്റെ സംതൃപ്തിയിലാണ് എന്റെ സംതൃപ്തി എന്ന് വിചാരിക്കുമ്പോൾ കുടുംബവും ഞാനും തമ്മിലുള്ള ബന്ധം ദൃഢമാകും. രണ്ടാൾ വരുമ്പോൾ ഒരു സീറ്റോട് ഇരിക്കൂ താങ്കൾ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാവുമ്പോൾ മറ്റാൾ ഉടനെ അല്ല നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടാവും. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അനുഭവമാണ്, എനിക്ക് വേണ്ട നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്ന ഒരു മനോഭാവം. ആദ്യം തന്നെ കയറി ഇരുന്നിട്ട് അതിൽ ഏറ്റവും മരുന്നെടുക്കുന്ന ആളുകളെയും നമുക്കറിയാം. അപ്പൊ നമുക്ക് കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ടേബിളിൽ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കുള്ള ഒരു പാത്രത്തിൽ വെക്കുമ്പോൾ ആദ്യം തന്നെ കോരിയിട്ടെടുക്കും, സ്വന്തം കൊണ്ട് കോരി വലിയെടുക്കും. അത് അവിടെ ആ മനോഭാവമാണ്. അതായത് ഫിസിക്കിന്റെ ഒരു മനോഭാവം, അതായത് റിജിഡായ മനോഭാവം. സ്വന്തത്തെ പ്രേമിക്കുന്ന നഷ്ടമാണ്, മറ്റുള്ളവരെ പ്രേമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലാഭം എന്നുള്ളതാണ്. ഇതൊക്കെ വെളിച്ചമാണ്. ഈ വെളിച്ചം കാണാൻ കണ്ണുണ്ടായിട്ടും കാണാത്ത ഒരു കഥ ഞാൻ കഴിഞ്ഞ ആഴ്ച പറയണ്ടായി. നാട്ടിലെ കൊമ്പന്മാരായ ആളുകള് ദീനുൽ ഇസ്ലാം പഠിക്കാൻ വേണ്ടി വന്നപ്പോ കണ്ണില്ലാത്തൊരു മനുഷ്യൻ കടന്നു വന്ന് അദ്ദേഹത്തെ കുറിച്ച് അന്ന് പറഞ്ഞത് അവന് കണ്ണില്ല, പക്ഷേ അവൻ ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പാഞ്ഞു വരുന്നു. പകൽ വെളിച്ചത്തിന് കണ്ണ് കാണുന്ന ഈ മനുഷ്യന്മാരെ ഈ ദുനിയാവിൽ മയങ്ങി നടക്കുകയാണ്, അവർ നാശമാണ്. ആ കൂടെ ഇരുന്ന അബ്ബാസ് മാത്രമാണ് ദീനുൽ ഇസ്ലാം സ്വീകരിച്ചത്. ബാക്കിയുള്ള എല്ലാ ആളുകളും നരകത്തിന്റെ മുന്നിലേക്ക് വലിച്ചെറിയപ്പെടുകയുണ്ടായത്. ആ ഉമ്മു മക്തൂമിന് ഉൾക്കാഴ്ചയോടെ, ഭൗതികമായ കണ്ണില്ലാത്ത ആ മനുഷ്യൻ ഉൾക്കാഴ്ചയോടുകൂടി സ്വർഗത്തിലേക്ക് എത്തി. അതിന്ന് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സംഭവം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടിലെ കുറച്ച് മനുഷ്യന്മാർ സത്യവിശ്വാസം സ്വീകരിച്ചപ്പോ അവിടുത്തെ രാജാവും നാട്ടുകാരും ഒക്കെ കൂടി അട്ടിപ്പായിക്കുന്നു. അങ്ങനെ അവസരം നമുക്ക് അവിടെ ഗുഹയിലെങ്ങാനും പോയി ഒളിക്കാമെന്നും ആ ഗുഹയിൽ പോയി അവരെ കയറി. ഈ നാട്ടുകാര് സൂര്യ വെളിച്ചത്തിലാണ്, അവർക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ വെളിച്ചില്ല. ഗുഹയിലാണെങ്കിലോ അതായത് ഇരുട്ടാണ്. അത് സൂര്യൻ ഉദിച്ചു വരുമ്പോ രണ്ട് ഭാഗത്തൂടെ അസ്തമിച്ച ഒരു ഭാഗത്തൂടെ അസ്തമിച്ചു വരുമ്പോൾ വേറെ ഭാഗത്തൂടെ ഗുഹാമുഖത്തൊരിക്കലും വെളിച്ചമടിക്കാത്ത ഗുഹയിൽ ഇരുട്ട് മാത്രം. അന്ധകാരമയമായ ഗുഹാമുഖത്തിരിക്കുന്ന ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലെ പ്രകാശത്തെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേവ് ഗുഹ എന്നാണ്. ഗുഹ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അന്ധകാരമാണ്, ഇരുട്ടാണെന്ന് മനസ്സിലാവും. ആ അന്ധകാരത്തിന്റെ ഉള്ളിലുള്ള മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള പ്രകാശത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശം പിന്നീട് ഭൂമിയിൽ നട്ടുവളർത്തുകയും ആ പ്രകാശത്തിന്റെ പിന്നാലെ ലോകം പോവുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം അന്ന് ആ കാലഘട്ടത്തിൽ പകൽ വെളിച്ചത്തിൽ എല്ലാം കാണാനുള്ള സംഗതികളും സൗകര്യങ്ങളും ഉള്ളവര് ആർഭാടപൂർണമായ ജീവിതം നയിച്ച് നശിച്ചു പോയതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ സംഗതിയുടെ പിന്നിലും, അന്ധൻ വന്നതിന്റെ കഥയുടെ പിന്നില്, ഗുഹാവാസികളുടെ കഥയുടെ പിന്നില് ഒക്കെ ഇതുപോലെ ഒരുപാട് സംഗതികള്, ആഴത്തിലുള്ള ആന്തരാർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഉൾക്കാഴ്ച വേണം, ഉൾക്കണ്ണ വേണം, അള്ളാഹുമായിട്ട് ഹൃദയംഗമായ ബന്ധം വേണം. ഹൃദയം അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു നിർത്തണം, നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. പടച്ചവനെ ഓർക്കണം, അള്ള തന്നത് മറ്റുള്ളവർക്ക് കൊടുക്കണം, പടച്ചവനെ എന്ന നേർമാർഗത്തിലാക്കണേ എന്ന് നിരന്തരമായ പ്രാർത്ഥന വേണം. അങ്ങനെ പ്രാർത്ഥന നിരതമായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുള്ള ജീവിതം. അതായത് നമ്മളെ ജിന്നിനെയും ഇൻസിനെയും പഠിച്ചത് ഇബാദത്തെടുക്കാൻ. അതാണ് ഇബാദ. നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ, അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹത്തിന്റെയും അഭിലാഷത്തിന്റെയും ഒക്കെ ആകത്തുകയായിരിക്കും പ്രാർത്ഥന. അറിവിന്റെയും വിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ അഭിലാഷങ്ങളുടെയും ആകത്തുകയാണ് നമ്മുടെ പ്രാർത്ഥന. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ എല്ലാ പ്രാർത്ഥനകളിലും ഈ ദുനിയാവും ആഖിറവും ഏറ്റവും മഹത്തായി കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. ഒരാൾ ചെന്ന് റസൂലിനോട് ചോദിക്കുകയാണ്, എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം, വേറെ ഒന്നും ഞാൻ ചോദിക്കൂല, അതിലെനിക്ക് എല്ലാം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞപ്പോ നമുക്ക് സാധാരണ അറിയുന്ന വളരെ പ്രസിദ്ധമായ പ്രാർത്ഥന, നീ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞോളൂ എന്ന് പറയും. പിന്നും അയാൾ ചോദിച്ചു, രണ്ടാമത്തെ നിസ്കാരത്തിന് വന്നപ്പോ, മൂന്നാമത്തെ നിസ്കാരത്തിന് വന്നപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തന്നെ പറഞ്ഞു കൊടുത്തു. ഖുർആനിൽ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയും അത് തന്നെയാണ്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
അദാബന്നാർ, ഈ ലോകവും പരലോകവും നന്നാക്കി തരണം, അതുപോലെ നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണം എന്നാണ്. ഏത് പ്രാർത്ഥനയും അതുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകും. അതുകൊണ്ട് സജീവമായി ജാഗരൂകമായി അങ്ങനെ പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികൾ പെടാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി വബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെയുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ധൈര്യവും തന്റെടവും ശക്തിയും നൽകണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഒരുപാട് ആളുകളുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ നീയാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അതെല്ലാം ഉത്തമമായി പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. നിങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായി ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മനസ്സ് നീയുമായി ബന്ധിപ്പിച്ച് നിർത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, പഠിക്കുന്നത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് നിന്റെ തൃപ്തിയോടുകൂടി മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. നരകശക്തിയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീൻ في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.